ഹായ് ഡിയേഴ്സ്, എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു ക്രൗണിൻ്റെത്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതുപോലുള്ള ക്രൗണുകൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് എൻ്റെ ഒരു ഐഡിയക്കൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്നറിയില്ല, നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവുമോ എന്നും അറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു ഉപകാരമാവും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. വേണ്ടിയിട്ട് ഒരു മെറ്റൽ ഗോൾഡൻ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഗോൾഡൻ 4 mm ഗിയർ വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോൺ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറിലാണ്. ഒരു ഓവൽ ഷേപ്പുള്ള ബീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 15 സെൻറ്റിമീറ്റർ മടക്കിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ടോട്ടൽ 30 സെൻറ്റിമീറ്റർ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇത് ഫ്രണ്ടിൽ ഫസ്റ്റ് വെക്കാനുള്ളതാണ്. അപ്പോൾ സെൻറ്ററിൽ വെക്കാനുള്ളത് അത്യാവശ്യം ലെങ്ത് എടുക്കുക. ബാക്കി സ്റ്റെപ്പുകളാക്കി നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ 11 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സെൻറ്ററിലുള്ളതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതിതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള മറ്റൊരു വയർ യൂസ് ചെയ്തിട്ട് ഇത് ജോയിൻ്റ് ചെയ്തെടുക്കണം. എല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൽ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഗിയർ വയർ വെച്ച് തന്നെ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കെട്ടി കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റോണെല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ B7000 ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓരോന്ന് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റോൺസ് എല്ലാം ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെയർ ബാൻഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രൗണാണ് ഇത്. ക്രൗണ് വെക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഹെയർ ബാൻഡ് വെക്കുന്ന രീതിയിലും വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തവരെല്ലാവർക്കും ബൈ.